ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ ഡേറ്റിംഗ് സിം എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ ആയത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ലീനെ കിസ് ചെയ്യുന്നതും ലീയാണ് തിരിച്ച് കിസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ വെച്ച് തന്നെയാണ്. ആണെങ്കിൽ ലീൻ്റെ അടുത്ത് നമുക്കെല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ തോളിലേക്ക് ചാരി കിടക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ആണെങ്കിൽ ജോലിക്ക് പോകുന്നതാണ്. അവനവിടെ കമ്പനി ചെന്നിരുന്നിട്ട് ഇങ്ങനെ ക്യാരക്ടറിൻ്റെ ഡ്രോയിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ചെയറിലിരുന്ന് ഉറങ്ങിപ്പോവാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ CEO-യും ജാമി സണ്ണിയും കൂടെ ആയിട്ട് അവിടെ വന്നിരുന്നിട്ട് ഇവർ ഉറങ്ങുമ്പോൾ എന്ത് ക്യൂട്ടാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് ആണെങ്കിൽ ഓഫീസിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ മൂന്നുപേരും ലീനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ വരാണ്. അങ്ങനെ വന്ന് എല്ലായിടത്തും ഗുഡ് മോർണിംഗ് പറയുന്ന ടൈമിൽ നമ്മുടെ ആണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ടേയിനെ മൈൻഡ് ചെയ്യാതെ ഒന്നും അറിഞ്ഞുകൊണ്ടാത്ത പോലെ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഒരു ടൈമിൽ ആണെങ്കിൽ ലീനെ വിളിച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ലീ ഇപ്പോഴാണെന്ന് വെച്ചപ്പോൾ ഇത് ഇപ്പം തന്നെ എന്നെ ഫോളോ ചെയ്ത് വരാനായിട്ട് പറയാണ്. അങ്ങനെ അവർ ഓഫീസിൻ്റെ വേറൊരു റൂമിൻ്റെ അകത്തേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്നിരുന്നിട്ട് ആണെങ്കിൽ ലീയുടെ അടുത്ത് ഗെയിമിൽ വരുത്തേണ്ട മാറ്റങ്ങളും കുറച്ച് കാര്യങ്ങളും അതിൽ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത്, പ്രൊഫൈൽ സ്ക്രീൻ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം നിൻ്റെ മറുപടി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ആണെങ്കിൽ എന്തിൻ്റെ മറുപടി എന്ന് വെച്ചപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതിൻ്റെ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയാണ്. ആ സമയം ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ രണ്ടുപേരും ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആണെങ്കിൽ ഞാൻ ഡ്രിങ്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെ നിൻ്റെ അടുത്ത് പറയണമെന്ന് അറിഞ്ഞുകൊള്ളാത്തതുകൊണ്ട് ഡ്രിങ്ക് ചെയ്ത പോലെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞതാണ്, നിൻ്റെ മറുപടി എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ നീ അപ്പോൾ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ചുമ്മാ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആണെങ്കിൽ നിനക്കെന്താ ഞാൻ തന്നെ കിസ് ചെയ്ത തമാശയാണെന്നാണോ തോന്നുന്നതെന്ന് ഇങ്ങനെ ഉറക്കെ ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് ആണെങ്കിൽ എടാ പതുക്കെ പറയാൻ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇതിപ്പോൾ എന്തായാലും വൺ സൈഡ് ക്രഷ് അല്ലേ, നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുറേ കൂടെ ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആണെങ്കിൽ അവൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നതാണ്. ആ ഒരു ടൈമിൽ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിട്ട് ഇവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആണെങ്കിൽ നീ എന്ത് ചെയ്യാൻ ചോദിക്കുകയാണ്. ആ സമയം ഞാൻ ഉറങ്ങുകയെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ അത് കണ്ടിട്ട് എന്തോന്ന് പറയണമെന്ന് ഇങ്ങനെ അറിയാതിരിക്കുന്ന ടൈമിന് അവനെ കോൾ ചെയ്തിട്ട് നമുക്ക് ഒരു ഡേറ്റിന് പോകാം, പെട്ടെന്ന് റെഡി ആവാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ആണെങ്കിൽ ഇപ്പോഴേ പോകുന്നു എന്ന് ചോദിച്ചപ്പം അതെ ഇപ്പോഴേ പോവുകയാണ്, നീ പെട്ടെന്ന് റെഡിയായി വരാനായിട്ട് പറയാണ്. ഇങ്ങനെ പെട്ടെന്നൊന്ന് ഒരു ഡേറ്റിന് വിളിച്ചോണ്ട് തന്നെ ആണെങ്കിൽ എടുത്ത് നീ ഇങ്ങനെയാണോ ഒരാളെ ഡേറ്റിന് വിളിക്കുന്നത്, നിനക്ക് ഇതിനു മുമ്പേ ലവ് ഒന്നും ഉണ്ടായിട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇത് കേട്ടോണ്ട് തന്നെ ആണെങ്കിൽ കോള് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ലീനെ ഒന്നേന്ന് വിളിച്ചിട്ട് ലീ ഞാൻ എൻ്റെ അടുത്തൊരു കാര്യം പറയാനായിട്ട് വിളിച്ചതാണ്, ഇന്നിപ്പോൾ ഞാൻ ഫ്രീ ആണ്, പിന്നെ നമുക്ക് വീക്കെൻഡ് അല്ലേ, നമുക്കിന്ന് ഓഫീസിൽ പോകണ്ടല്ലോ, എൻ്റെ കയ്യിൽ 1-2 ടിക്കറ്റ് ഇരിപ്പുണ്ട്, നമുക്ക് രണ്ടും കൂടെ ഒരു എക്സിബിഷന് പോയാലോ, നീ വരുന്നുണ്ടോ, നീ ഫ്രീ ആണോ, പോയാലോ എന്ന് ചോദിക്കുകയാണ്. ആൾ റൂട്ട് മാറ്റിപ്പിടിച്ച് ചോദിക്കുകയാണ്. അത് ലീക്കും മനസ്സിലായി. അപ്പോൾ എനിക്ക് ഈ എക്സിബിഷനൊന്നും വലിയ താല്പര്യമുള്ള കാര്യമില്ല എന്ന് പറയാണ്. ആ സമയം ആണെങ്കിൽ എങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. കോള് കട്ട് ചെയ്തതും സ്പീഡിൽ എഴുന്നേറ്റ് ഏത് ഡ്രസ്സ് ഇടും എന്നും പറഞ്ഞിട്ട് ഇനി ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ഇവരുടെ ഒരു പാർക്കിലേക്ക് ചെല്ലുന്നതാണ്. അവരങ്ങനെ നടക്കുന്ന ടൈമിന് ലീയുടെ അടുത്ത് ആണെങ്കിൽ നീ ഇന്നതിന് ഇത്ര സമാധാനപരമായ സ്ഥലത്തൊക്കെ വരുന്നത്, നമുക്ക് വേറെ എങ്ങോട്ടേലൊക്കെ പോയാൽ പോരെയും ചോദിക്കുന്നുണ്ട്. ആ സമയം എനിക്കിവിടെ വരുന്നത് ഇഷ്ടമുള്ള കാര്യമെന്ന് പറയാണ്. ആ സമയം ഓക്കെ സമ്മതിച്ചു, പിന്നെ നീ എപ്പോഴാണ് എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഈ ക്രഷ് ഞാൻ എത്ര നാൾ വച്ചുകൊണ്ട് നടക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ആണെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്ത് എപ്പോഴാണ് തിരിച്ചൊരു ഇഷ്ടം തോന്നുന്നത് അതുവരെ നീ വച്ചുകൊണ്ട് നടക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എപ്പോഴാണ് തുടങ്ങിയെന്ന് നിനക്കറിയോ, നീ പോയില്ലേ എന്നെ വിട്ട് അപ്പം തൊട്ടാണെന്ന് പറയാണ്. അതായത് 7 വർഷമായിട്ട് ഈ ഒരു ക്രഷ് അവൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറയാണ്. ആ സമയം ആണെങ്കിൽ അപ്പോൾ നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ ആണെങ്കിൽ എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, നീ അത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നീ മറ്റാരെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടേയോണിനെ വിഷയം മാറ്റിയിട്ട് നമുക്ക് വേറെ എങ്ങോട്ടേലും പോയാലോ, ഇവിടെ ഭയങ്കര ചൂടാണ് വെയിലാണെന്നൊക്കെ പറയാണ്. ആ സമയം ആണെങ്കിൽ എടാ വിഷയം മാറ്റില്ലേ, കാര്യം പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത ടൈമിന് ഒരാളെ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ആണെങ്കിൽ അപ്പോൾ 7 വർഷമായിട്ട് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞ ക്രഷ് എല്ലാം കള്ളമാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ആണെങ്കിൽ അത് കള്ളമൊന്നുമല്ല, സത്യമാണ്, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളെ മാത്രമല്ലേ എനിക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടൈമിന് ഞാൻ ഒട്ടും തന്നെ ഹാപ്പി ആയിരുന്നില്ല എന്ന് പറയാണ്. ആ സമയം ആണെങ്കിൽ എങ്കിൽ പിന്നെ നീ അങ്ങ് എന്നെ ഡേറ്റ് ചെയ്തോ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പുറത്തൊക്കെ പോകാമെന്ന് പറയുന്നുണ്ട്.
അങ്ങനെ അതോടെ ടേക്ക് സന്തോഷമാവാണ്. എന്നിട്ട് ടേ ലീയെടുത്ത് നീ ആരെങ്കിലും ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ലീ ആണെങ്കിൽ പിന്നല്ലാതെ ഞാൻ ഡേറ്റ് ചെയ്തിട്ടില്ലേ, അടിപൊളിയായിരുന്നു എന്ന് പറയാണ്. ആ സമയത്ത് ജലസായിട്ട് ടേ ആണെങ്കിൽ ആര്, എപ്പോൾ, അവൻ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ലീ നിനക്ക് അവൻ അറിയത്തില്ല, അതുകൊണ്ട് നീ അത് അറിയണ്ട. പിന്നെ ഒരു കാര്യം മാത്രം അറിഞ്ഞു, എൻ്റെ ഡേറ്റ് സൂപ്പറായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ജലസായിട്ട് നമ്മുടെ ടേ ആണെങ്കിൽ ലീയുടെ അടുത്തുനിന്ന് മാറി പിണങ്ങിയിരിക്കുകയാണ്. ആ സമയം ലീ ആണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ ആരും ഡേറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ മേല ഇതുപോലെ പിണങ്ങിയിരുന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് നമ്മുടെ ടേയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നതാണ്. അവിടെ വെച്ച് ടേ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലീ ആണെങ്കിൽ കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ടേ ലീയെടുത്ത് നിനക്ക് കോമിക് ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലേ, എന്തായാലും നീ നല്ല ബെസ്റ്റ് ജോലിയാണ് തിരഞ്ഞെടുത്തത്. ഇപ്പം നീ ചെയ്യുന്നത് നിനക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജോലിയാണ്. എനിക്ക് നിന്നെ കാണുമ്പോൾ നമ്മുടെ ഹൈസ്കൂൾ ടൈമാണ് ഓർമ്മ വരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ മുമ്പൊക്കെ PT പീരീഡ് കട്ട് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഞാൻ ഗെയിം കളിക്കും, നീ കോമിക് ബുക്ക് വായിക്കുമായിരുന്നു, നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ലീ ആണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ നീയാണെങ്കിൽ എൻ്റെ മൂഡ് കളയുമായിരുന്നു. കാരണം ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ നീ ഏട്ടനെ അലറി വിളിക്കും ജയിക്കുമ്പോഴൊക്കെ. ആ സമയം വായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മൂഡ് നീ നശിപ്പിക്കായിരുന്നു എന്ന് പറയാണ്. ആ സമയം ടേ ആണെങ്കിൽ എങ്കിൽ പിന്നെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ ലീ ആണെങ്കിൽ അത് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നീ അങ്ങ് കിടന്നുറങ്ങുമായിരുന്നു, അപ്പോൾ പിന്നെ നീ ശാന്തമാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേ ആണെങ്കിൽ ഓ എനിക്കെല്ലാം അറിയാം, പക്ഷേ നമ്മൾ അങ്ങനെ ഇരുന്നിട്ടല്ലേ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആയത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ അറിയാം, ഞാൻ ഉറങ്ങുന്ന ടൈമിന് നീ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാമായിരുന്നു എന്ന് പറയാണ്. ആ സമയം ലീ പെട്ടെന്ന് ഞാനെപ്പോഴും നിന്നെ നോക്കി, ഞാൻ നിന്നെ നോക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറയാണ്. ആ സമയം ടേ ആണെങ്കിൽ നിന്നെ ഇപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ടേ അവിടെ കണ്ണടച്ച് കിടന്നിട്ട് ഞാനിപ്പോൾ കണ്ണടച്ച് കിടക്കാണ്, നീ ആവശ്യമുള്ള അത്രയും നേരം എന്നെ നോക്കിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ ടേ അവിടെ കിടന്നതും ലീ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ടേനെ കിസ് ചെയ്യാണ്. ആ സമയം ടേ ആണെങ്കിൽ അവനെ കണ്ണുറന്ന് ഷോക്കായിട്ട് നോക്കിയിട്ട് നീ ഇപ്പം എൻ്റെ അടുത്തത് ഒരു കിസ്സാണോ മോഷ്ടിച്ചെടുത്തത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലീനെ പിടിച്ച് കളിപ്പിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ടേ ഓഫീസിലേക്ക് വരുന്നതാണ്. അവൻ നോക്കിയ ടൈമിന് ജാമിയുടെ ഒരു കൂട്ടുകാരായിട്ടുള്ള ഫ്രണ്ടും ലീയും കൂടെ സംസാരിക്കുന്നതാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ടേ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയം CEO വന്നിട്ട് ടേയിനെ പിടിച്ച് നിർത്തിയിട്ട് നീ ഇവിടെ നിൽക്ക്, ജാമിയാണെങ്കിൽ ലീക്ക് വേണ്ടി കൊണ്ടുവന്ന ബ്ലൈൻഡ് ഡേറ്റാണ് ആ പെങ്കൊച്ച്, അത് ജാമിയുടെ കൂട്ടുകാരിയാണ്. ലീ ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടേ ജാമി ഇവരെ ഒന്ന് ഡേറ്റിന് വിടാനായിട്ട് നോക്കിയിരിക്കായിരുന്നു. അവരവിടെ നിൽക്കട്ടെ, നമുക്ക് അവരെ ശല്യം ചെയ്യേണ്ട, നമുക്കൊരു ഫുഡ് കഴിക്കാമെന്ന് പറയാണ്. ആ ടൈമിന് ടേ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ CEO അവനെ പിടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം CEOയും ടേയും തിരിച്ചു വരാണ്. ആ സമയം ടേയുടെ അടുത്ത് CEO ആണെങ്കിൽ നീ ഒന്നും തന്നെ കഴിച്ചില്ലല്ലോ, എന്താ നിനക്ക് വിശപ്പില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അവർ ലിഫ്റ്റ് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ജാമിയും ലീയും കൂടെ വരുന്നുണ്ട്. ആ സമയം CEO ആണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ടൈം, കൊള്ളായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ജാമി അതൊരു സീക്രട്ടായി ഞാൻ പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഒന്നാമത് നേരത്തെ കണ്ട ജലസും ദേഷ്യമൊക്കെ വന്നിട്ട് ഇന്ന് ടേ ആണെങ്കിൽ ജാമിയുടെ അടുത്ത് നീ വരാൻ ലേറ്റായി, അതുകൊണ്ട് ഇന്നത്തേക്ക് നമുക്കുള്ള ട്രീറ്റ് നീയാണ് തരേണ്ടത്, പോയി ഞങ്ങൾക്കുള്ള കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറയാണ്. അങ്ങനെ ജാമി ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോഫി വാങ്ങാനായിട്ട് ചെല്ലുന്നുണ്ട്. ആ സമയം CEOയുടെ അടുത്ത് അവളെ കൊണ്ട് അത് ഒറ്റയ്ക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്കൊന്ന് പോയി ഹെൽപ്പ് ചെയ്തുവിടുകയും ചോദിക്കുകയാണ്. അങ്ങനെ CEOനെ പറഞ്ഞു വിടാനാണ്. അങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായിട്ട് CEO ശരി ഞാനിവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. ലീനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാനായിട്ടായിരുന്നു ടേ അങ്ങനെ കാണിച്ചത്. അങ്ങനെ CEO ചെന്നതും ലീ ആണെങ്കിൽ ടേയുടെ അടുത്ത് നേരത്തെ അവിടെ എന്തോന്നായിരുന്നു, നീ അവിടെ അടുത്ത് എന്തിനാ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ലീ ആണെങ്കിൽ അത് ജാമിയുടെ ഒരു ഫ്രണ്ടാ, അവൾക്ക് എൻ്റെ ഡ്രോയിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവളെൻ്റെ ഒരു ഫാനാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് അവളെന്നെ കാണാനായിട്ട് വന്നതെന്ന് പറയാണ്. ആ സമയം ടേ ആണെങ്കിൽ അവിടെ നേരത്തെ നടന്നത് ഫാൻ മീറ്റിംഗ് ആണോ അതോ ബ്ലൈൻഡ് ഡേറ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ലീ ആണെങ്കിൽ എന്തോ പറ്റി നിനക്ക് ജലസായോ എന്ന് ചോദിച്ചപ്പോൾ ടേ ആണെങ്കിൽ പിന്നെ ജലസാവാതെ നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാണ്. ആ സമയം ലീ ആണെങ്കിൽ ബോയ് ഫ്രണ്ടോ, അതൊക്കെ എപ്പോഴെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടേ നീ എൻ്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ് ലീനെ പിടിച്ചു വെച്ചേക്കാണ്. ആ സമയം ലീ ആണെങ്കിൽ എടാ വീട് ആരെങ്കിലും കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ടല്ലോ, ആ ഒരു ടൈമിൽ ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ്. ലിഫ്റ്റിൻ്റെ അകത്ത് സണ്ണി നിൽപ്പുണ്ടായിരുന്നു. സണ്ണി ഇവരുടെ ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്നത് കാണാണ്. ആ ടൈമിൽ പെട്ടെന്ന് ഇവരുടെ ഒന്നും അറിഞ്ഞിടത്ത പോലെ നിൽപ്പുണ്ട്. ആ സമയം സണ്ണി നിങ്ങളിപ്പോൾ നല്ല ക്ലോസ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസമായപ്പോൾ നല്ല ക്ലോസ് ആയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സണ്ണി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലാണ്. അതിനുശേഷം ടേ ലീയും കൂടെ അവരുടെ കമ്പനിയുടെ പുറത്തായിട്ട് ഒരിടത്ത് വന്നിരിക്കുകയാണ്. ആ ഒരു ടൈമിന്
ടേ ആണെങ്കിൽ ലീയുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിരിപ്പുണ്ട്. ലീ ആ സമയം നേരത്തെ പോലെ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ അടിച്ച് ശരിയാക്കി കളയും. നമ്മളെ കമ്പനിയിലുള്ളവർ നമ്മളെ റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം ടേ ആണെങ്കിൽ എന്ത് സംഭവത്തിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ലീ ആണെങ്കിൽ ശരിയാ കുഴപ്പമില്ല, ഞാനിവിടുത്തെ വർക്ക് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരത്തില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ടേ ആണെങ്കിൽ അപ്പോൾ അതാണ് പരിപാടി, ഇനി പോയി കഴിഞ്ഞാൽ തിരിച്ച് വരത്തില്ലല്ലേ എന്ന് പറയാണ്. ആ സമയം ലീ അവൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ തിരിച്ച് വരത്തില്ല എന്ന് ഉദ്ദേശിച്ചത് നീയുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നതല്ല, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ നിന്നെ വിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടേ ആണെങ്കിൽ ഓക്കെ സമ്മതിച്ചു, ഇനി എന്നെ വിട്ട് പോയേക്കരുത്, പിന്നെ ജാമി വല്ല ബ്ലൈൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അതങ്ങ് വേണ്ടാന്ന് പറഞ്ഞോണം. പിന്നെ നേരത്തെ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് നിന്ന പോലെ ഇനി ചിരിച്ചുകൊണ്ടൊന്നും നിന്നേക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് എൻ്റെ അടുത്ത് ഉള്ളപ്പോൾ മാത്രം ഇട്ടാൽ മതി, ഇവിടെ ഇതുപോലത്തെ ഇട്ടുകൊണ്ട് വരണ്ട, ആരും അത് നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ്. ആ സമയം ലീ ആണെങ്കിൽ നീ ഇപ്പോഴും ജലസാണെന്ന് വെച്ചപ്പോൾ ടേ ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ജലസാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീനെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ലീക്കൊരു മെസ്സേജ് വരാണ്. അങ്ങനെ ലീ ആണെങ്കിൽ ഞാൻ ആ മെസ്സേജ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെ ആ മെസ്സേജ് നോക്കിയപ്പോൾ അവൻ ഫസ്റ്റ് ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ കമ്പനിയുടെ ആളാണ് ഇവന് മെസ്സേജ് അയച്ചത്. അയാളാണെങ്കിൽ ഇവന് മെസ്സേജ് അയച്ചിട്ട് ഒരു വർക്കിൻ്റെ ഓഫർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മീറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഒരുമാതിരി താല്പര്യമില്ലാത്ത രീതിയിൽ ലീയുടെ മുഖം പോകുന്നുണ്ട്. അങ്ങനെ ഇതും കാണിച്ചു ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവുകയാണ്. എൻ്റെ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേര് അവിടെ സൗണ്ട് പോയിട്ടുണ്ട്, ആ ഒരു അവസ്ഥയാണ്. പിന്നെ വീഡിയോ ചെയ്യണം, ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നാമതേ വീഡിയോ കുറേ ചെയ്യാനുണ്ട്, അപ്പം വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാടായിപ്പോലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. വോയിസിൻ്റെ കാര്യത്തിൽ ഞാനിപ്പോഴേ സോറി പറയുന്നു, എൻ്റെ സൗണ്ടെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നവരെ ബൈ.